dears, welcome back to our channel. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് പിഗ്മെന്റഡ് ലിപ്സിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പം വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ട് ലിപ് ബാം എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്ക്, പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടി ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്ന് കണ്ടാലോ. അപ്പോൾ ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തത്, ഇപ്പോൾ ഞാനിവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇച്ചിരി ഉണങ്ങിയിട്ടാണ്, കാരണം ഇത് ഞാൻ ഒരു ദിവസം ഫുള്ളൊന്ന് വെയിലത്ത് വെച്ചതാണ്. ഞാൻ വെയിലത്ത് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടെ ഒന്ന് വലിയാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇപ്പം ഞാനിത് ഒന്നിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഗ്രേറ്റർ വെച്ചിട്ട് ഇതിൻ്റെ നീര് പിഴിഞ്ഞിട്ടെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇത് ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇപ്പം ഞാനിവിടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് ഒന്നുകൂടെ ചൂടാക്കാൻ പോകാം, കാരണം ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടെ ഒന്ന് വലിച്ചെടുപ്പിച്ചിട്ട് കുറച്ചുകൂടെ ആ ഒരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ ആ ഇതൊന്ന് തിക്കായിട്ട് വരാനായിട്ട്. എന്നാലും നിങ്ങളുടെ ലിപ് ബാം കുറച്ചുകൂടെ സ്ട്രോങ്ങും ആയിരിക്കും. മാത്രമല്ല നല്ല പിഗ്മെന്റഡ് ലിപ്സൊക്കെയാണ്, നല്ല കളർ കിട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. സോ ഇപ്പം ഞാനത് എടുത്തിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിനകത്തോട്ട് ഇടുന്നുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ വൈറ്റമിൻ ഇയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ പിഗ്മെൻറ്റേഷനൊക്കെ ഒരുപാട് സ്കിന്നിൽ എക്സ്ഫോളിയേറ്റ് ഒക്കെ ചെയ്യാൻ നല്ല കഴിവുള്ള ഒന്നാണ്. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട്. ദെൻ ഞാനിവിടെ എടുത്തേക്കുന്നത് കുറച്ച് വാസ്ലൈനാണ്, നല്ല മോയ്സ്ചറൈസിങ് ചെയ്യാനായിട്ട്. അതും ഹെൽപ്പ് ചെയ്യും നമ്മുടെ ലിപ്സിന്. സോ ഇത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ട്. എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് നല്ലൊരു ലിപ് ബാമിൻ്റെ ഫോമിൽ ഇങ്ങനെ കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല, ഞാൻ ഡയറക്റ്റായിട്ട് എടുത്തിട്ടാണ് ഉള്ളത്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് കുറച്ച് അത്രയ്ക്ക് മെൽറ്റായിട്ട് വരത്തില്ല, നമ്മുടെ ഓയിലൊക്കെ പോലെ. ഇപ്പം ഞാനിത് നമ്മുടെ ഈ കണ്ടെയ്നറിൽ നിന്ന് ഈ ചെറിയ കുഞ്ഞൊരു കണ്ടെയ്നറിനകത്തോട്ടൊന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ കണ്ടെയ്നറിനകത്ത് തികയാൻ പാകത്തിനില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഞാൻ അതുകൊണ്ടാണ് ചെറിയ കണ്ടെയ്നറിലോട്ട് ഇപ്പോൾ മാറ്റുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഞാൻ എങ്ങനെയാണ് ആ ലിപ് ബാം പ്രിപ്പയർ ചെയ്തതെന്ന്. ജസ്റ്റ് ഒരു 5 to 10 minutes എടുത്തിട്ടുള്ളൂ. നാച്ചുറലായിട്ടുള്ള ലിപ് ബാം ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, നല്ല കളറും ഉണ്ട്. നിങ്ങളുടെ ലിപ്സ് കുറച്ച് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ഒക്കെയാണ്. നാച്ചുറലായിട്ട് നിങ്ങൾക്ക് കുറച്ച് കളർ വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് ബാം ഡെയിലി നൈറ്റ് കിടക്കാൻ നേരത്തെ വേറെ ഒന്നും തേക്കാതെ ഇതൊന്നും തേച്ചിട്ട് കിടന്നാൽ മതി. സോ ഞാനിപ്പോൾ എൻ്റെ ലിപ്സിൽ ഒന്നും തേച്ചിട്ടില്ല. നമുക്ക് ഇതൊന്ന് തേച്ച് നോക്കാം എത്രത്തോളം കളറൊക്കെ വരും എന്ന് ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് അത്രയ്ക്ക് ടൈറ്റായിട്ടില്ല, കട്ടിയായിട്ടില്ല. ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടില്ല കേട്ടോ. സോ ഇത്തിരി ലൂസാണ്. നിങ്ങൾ കണ്ടില്ല എൻ്റെ കളറ്? അത്യാവശ്യം നല്ല കളറുണ്ട്, നല്ല ഷൈനിങ്ങും ഒക്കെ തരുന്നുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു നമ്മുടെ ബീട്രൂട്ടിൻ്റെ കളർ വരും ഏകദേശം. കണ്ടില്ല, ഞാനിപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ, ഞാൻ നോർമലി ഇടാറില്ല, എനിക്ക് നല്ല ലിപ്സ്റ്റിക്ക് ഇട്ട പോലെ തന്നെ തോന്നുന്നുണ്ട്, അത്രയ്ക്ക് കളറുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വിചാരിക്കുന്നു, വീട്ടിലൊക്കെ തന്നെ. അപ്പം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെമഡി ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. മാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ലൈക്ക് ചെയ്തേക്ക്. അപ്പം നാളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതായിരിക്കും. ബൈ.